എന്താണ് ചീത്ത കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രധാനപ്പെട്ട രോഗങ്ങളുടെയും കാരണമാണ്. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതുപോലത്തെ പല രോഗങ്ങൾക്കും കാരണങ്ങളിൽ ഒന്നാണ് ഹൈ കൊളസ്ട്രോൾ എന്നുള്ളത്. നമുക്കറിയാം, നോർമൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ 200 മില്ലിഗ്രാമിൽ താഴെയാണ്. അത് ടോട്ടൽ കൊളസ്ട്രോൾ ആണ്. പക്ഷേ ഈ കൊളസ്ട്രോളിൽ തന്നെ 4-5 ഘടകങ്ങളുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, VLDL കൊളസ്ട്രോൾ, ഇങ്ങനെ 5 ഘടകങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴേ ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് പറയാറുണ്ട്. ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പലരുടെയും ധാരണ ട്രൈഗ്ലിസറൈഡ് ആണ്. ട്രൈഗ്ലിസറൈഡ് അല്ല. അതിന് ചിലർ എണ്ണ കൊളസ്ട്രോൾ എന്നും പറയും. ട്രൈഗ്ലിസറൈഡ് അല്ല ചീത്ത കൊളസ്ട്രോൾ. ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന കൊളസ്ട്രോൾ ആണ്. സാധാരണഗതിയിൽ ഈ LDLന്റെ തോത് 100-ൽ താഴെ നിൽക്കണം. ഒരു ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗം ഉണ്ടായ പേഷ്യൻ്റ് ആണെങ്കിൽ ഐഡിയലി ഈ LDL കൊളസ്ട്രോൾ 70-ന്റെ താഴെ നിൽക്കണം. അപ്പം നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയാൽ പോരാ, ഈ ഘടകങ്ങൾ നോക്കുമ്പോൾ അതിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം LDL ആണ്, ട്രൈഗ്ലിസറൈഡ് അല്ല. അതുകൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ LDL കൂടിയിട്ടുണ്ടെങ്കിലാണ് ഹൃദ്രോഗം, അതുപോലെ സ്ട്രോക്ക്, ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അൽമാസ് മെഡിസിറ്റി, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.